97% മരണനിരക്കുള്ള അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പിടിച്ചുകെട്ടാൻ വൈകരുത്. ഒരു മാസത്തിനിടെ 5 പേരാണ് കേരളത്തിൽ മരിച്ചത്. മലപ്പുറം വണ്ടൂർ സ്വദേശി ശോഭനയാണ് ഇന്നലെ മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 5ാമത്തെ മരണം. 11 പേർ കൂടി ചികിത്സയിലുണ്ട്. രോഗം വന്നാൽ മരണം മിക്കവാറും ഉറപ്പായ ഈ ജ്വരത്തിന് മരുന്നല്ല, പ്രതിരോധമാണ് ആവശ്യം. സർക്കാർ അത് ഫലപ്രദമാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവൻ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ജനങ്ങളും തിരിച്ചറിയണം. ഒരിക്കൽ ആഹ്ലാദത്തോടെ നമ്മൾ മുങ്ങിക്കുളിച്ചിരുന്ന കുളങ്ങളും തോടുകളുമൊക്കെ രോഗാണുക്കളുടേതായി. നമ്മൾ എറിഞ്ഞ മാലിന്യങ്ങളും നമുക്കുള്ള മരണശയ്യ ഒരുക്കി. ആദ്യം ആ ജലാശയങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് രോഗസാധ്യത ഒഴിവാക്കാം. പിന്നീട് അവയെ ശുചിയാക്കി അടുത്ത തലമുറയെ രക്ഷിക്കാം. തലവേദന, പനി, ഛർദി, ഓക്കാനം, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവർ കുളത്തിലോ തോട്ടിലോ സ്വിമ്മിംഗ് പൂളിലോ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അറിയിക്കണമെന്നതാണ്. എത്ര പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുന്നോ അത്രയും രക്ഷാസാധ്യതയുണ്ട്. ഇന്നലത്തെ മരണത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 5 പേർ ഒരു മാസത്തിനിടെ മരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പ് 2024 ജൂലൈയിൽ ഇന്ത്യയിൽ ആദ്യമായി അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. രോഗം കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ അത് സഹായകമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രോഗബാധിതരുടെയും മരിക്കുന്നവരുടെയും എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ്. ഇത് വടക്കൻ ജില്ലകളിൽ മാത്രമല്ല, കേരളത്തിൽ എവിടെയും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. നെഗ്ലറിയ ഫൗലേറി, അക്കാന്ത അമീബ, സാപ്പിനിയ, ബാലമുത്തിയ വെർമബീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. ഈ അമീബകൾ നമ്മുടെ ചുറ്റും ധാരാളമായുണ്ട്. വൈറസുകളെയും ബാക്ടീരിയകളെയൊക്കെ പോലെ ഏകകോശ ജീവിയാണ്. ഇവയ്ക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുങ്ങുകയും വലിയ അളവിൽ തലച്ചോറിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. കുളിക്കുമ്പോൾ മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അമീബയുടെ അണുക്കളുള്ള വെള്ളം കുടിക്കുന്നതിലൂടെ സാധാരണയായി രോഗം പിടിപെടില്ല. ദഹന വ്യവസ്ഥയിലെ ആസിഡിന്റെ സാന്നിധ്യം അണുക്കളെ നശിപ്പിക്കാൻ പര്യാപ്തമായതിനാലാണിത്. ഈ അപൂർവ രോഗത്തെ പറ്റിയുള്ള ശാസ്ത്രീയ പഠനഫലങ്ങൾ കുറവാണ്. രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. അണുബാധ ഉണ്ടായാൽ 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. നിലവിൽ ഫലപ്രദമായ മരുന്നോ ചികിത്സയോ ഇല്ല. ഫലപ്രദമെന്ന് കരുതുന്ന 5 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ. വേഗത്തിൽ മരുന്ന് നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകാനുള്ള സാധ്യത ഏറെയാണ്. അപൂർവ അമീബിക് മസ്തിഷ്ക ജ്വരവും ആസ്പെർജില്ലസ് ഫ്ലാവസ് ഫംഗസ് മസ്തിഷ്ക അണുബാധയും ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന 17 വയസ്സുകാരനെ ഒരാഴ്ച മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രക്ഷിച്ച വാർത്ത ആശാവഹവും ലോകത്ത് തന്നെ അപൂർവമായിരുന്നു. പക്ഷെ ആ ചികിത്സ എപ്പോഴും ഫലിക്കില്ല. അതുകൊണ്ട് പ്രതിരോധത്തിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട്. കരുതൽ ഇങ്ങനെ തുടരാം. ജലാശയങ്ങളിലെ കുളി ഒഴിവാക്കുക. കുട്ടികളെ വീട്ടിൽ തന്നെ കുളിക്കാൻ നിർബന്ധിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. സംസ്ഥാനത്തെ എല്ലാ വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വാട്ടർ ടാങ്കുകളിലെയും കിണറുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് അതിവേഗം ഉറപ്പാക്കണം. ഇതിനായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാർ അടിയന്തര നിർദ്ദേശം നൽകാൻ വൈകരുത്.